ഹായ് ഫ്രണ്ട്സ്, സോൾട്ട് ആൻഡ് പേപ്പറിന്റെ ടേസ്റ്റി റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വിഭവം പുതുതലമുറയുടെ ഹരമായ ഹുനാൻ ബീഫാണ്. പക്ഷേ ഈ വിഭവം ഇഷ്ടപ്പെടുന്നത് പുതുതലമുറ മാത്രമല്ല കേട്ടോ. അപ്പോൾ ബീഫിന്റെ ഈ ഒന്നൊന്നര വിഭവത്തെ നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൺഫ്ലവർ ഓയിൽ വേണം 500 ഗ്രാം, മൈദ കോൺഫ്ലോർ മിക്സ് 1/2 കപ്പ്, ചില്ലി പേസ്റ്റ് 2 ടീസ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 2 ടീസ്പൂൺ, സവോള അരിഞ്ഞത് 2 ടീസ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 2 ടീസ്പൂൺ, പച്ചമുളക് അരിഞ്ഞത് 2 ടീസ്പൂൺ, സെലറി ലീവ്സ് 2 ടീസ്പൂൺ, സെച്ച്വാൻ സോസ് 1 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 1 ടീസ്പൂൺ, ഓയിസ്റ്റർ സോസ് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പഞ്ചസാര ആവശ്യത്തിന്, ബ്ലാക്ക് പെപ്പർ ആൻഡ് വൈറ്റ് പെപ്പർ വേണം 1 ടീസ്പൂൺ വീതം, ഒപ്പം 300 ഗ്രാം ബീഫും. നമുക്കിത് എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് ഇനി നോക്കാം. ഒരു ചീനിച്ചട്ടിയിൽ 500 ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് തിളപ്പിച്ച ശേഷം ബോയിൽ ചെയ്ത് വച്ചിരിക്കുന്ന ബീഫിൽ 1/2 കപ്പ് മൈദയും കോൺഫ്ലവറും മിക്സ് ചെയ്തതും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ചില്ലി പേസ്റ്റ് 1 ടീസ്പൂൺ കൂടി ചേർത്ത് വീണ്ടും ഇളക്കണം. അതിനുശേഷം തിളച്ച സൺഫ്ലവർ ഓയിലിൽ ബീഫ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് പിന്നാലെ ഒരു പാനിൽ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് 2 ടീസ്പൂൺ, സവോള അരിഞ്ഞത് 2 ടീസ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 2 ടീസ്പൂൺ, പച്ചമുളക് അരിഞ്ഞത് 2 ടീസ്പൂൺ എന്നിവയിട്ട് വഴറ്റിയ ശേഷം സെലറി ലീവ്സ് അരിഞ്ഞതും കൂടി ചേർത്ത് ചില്ലി പേസ്റ്റ് 1 ടീസ്പൂൺ, സെച്ച്വാൻ സോസ് 1 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 1 ടീസ്പൂൺ, ഓയിസ്റ്റർ സോസ് 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര, വൈറ്റ് പെപ്പർ, ബ്ലാക്ക് പെപ്പർ എന്നിവ 1 സ്പൂൺ വീതം ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത ബീഫ് കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതോടെ നമ്മുടെ ഹുനാൻ ബീഫ് റെഡിയായി കഴിഞ്ഞു. കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും ഏറെ പ്രിയപ്പെട്ട വിഭവമാണിത്. ഇത് തയ്യാറാക്കുന്നതിനൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും.